മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും പ്രത്യേകിച്ച് ഞെട്ടുമൊന്നും വേണ്ട, തോറ്റതിന് തുല്യമായ വിജയമേ പിണറായി വിജയൻ ഉണ്ടാകൂ എന്ന് അൻവർ പറഞ്ഞിരുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ ഏതാണ്ടായി. അൻവറിന്റെ ഭാവിയെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? അൻവറിന്റെ ഭാവി ഏറെക്കുറെ അവതാളത്തിലായി എന്ന് തന്നെ വേണം നമ്മൾ ഈ അവസരത്തിൽ വിശ്വസിക്കാൻ. കാരണം അൻവർ UDF കൊടുത്തിരുന്നത് പിണറായിസത്തെ ഒതുക്കിക്കൊണ്ട് അവിടെ ഒരു വലിയ വമ്പിച്ച വിജയമായിരുന്നു. അതായത് ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ VD സതീശന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു നേതാവ് പിന്നെ നമ്മുടെ PV അൻവർ ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിന്റെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. PV അൻവറിന്റെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിണറായിസത്തെ ഒതുക്കുക, അതിന് പകരം അൻവറിസം കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ ലക്ഷ്യം അൻവറിനെ കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ മുഹമ്മദ് റിയാസ് അവിടെ നിന്നും വിജയിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തോൽവി PV അൻവർ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് മുഹമ്മദ് റിയാസിനോടെ മുന്നിൽ PV അൻവറിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പിന്നെ ഒരു UDF തരംഗം ഉണ്ടാകുകയും ആ UDF തരംഗത്തിന്റെ പിന്നാലെ PV അൻവറിന് അതിനോടൊപ്പം വിജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെയാണ് PV അൻവർ ഏറ്റവും ഒടുവിൽ വരെ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ധാരണയ്ക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായി. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം PV അൻവറിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വലിയ വെല്ലുവിളികളുമായി വന്നു, പക്ഷെ ഒന്നും ആകാൻ കഴിയാതെ PV അൻവറിന് മടങ്ങേണ്ടി വന്നു. അതായത് UDF നിന്നു പിന്നെ തൃണമൂൽ കോൺഗ്രസിലും അല്ല, എങ്ങും അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് സത്യം പറഞ്ഞ PV അൻവറിന്റെ ഇപ്പോഴത്തെ നിൽപ്പ്. ഇനി 5 വർഷക്കാലം PV അൻവറിന് UDF വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി കയ്യിലില്ല. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് തന്നെ ബംഗാളിൽ അപ്രസക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചൊരു വരവൊന്നും ഉണ്ടാവില്ല. അപ്പം അവിടെ തന്നെ അപ്രസക്തമാകുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ PV അൻവറിന് ഇനി ഇവരുടെ അസോസിയേറ്റ് അംഗമായി തുടരാൻ കഴിയില്ല. അപ്പോൾ അതിന് ഒരു മറുപണി കണ്ടെത്തുകയാണ് PV അൻവർ ചെയ്തത്. ഈ പറയുന്ന ഒരു എന്താ പറയുക, റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സ്വതന്ത്രരായി നിന്ന V കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും G സുധാകരനെയും അതോടൊപ്പം തന്നെ PK ശശി എന്നിവരെ അടക്കം ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്നിട്ട് താനും ഈ മുന്നണിയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട 3 MLA-മാരെ അവർ കൊടുത്തിട്ടുണ്ട്. 3 അല്ല 4 MLA-മാരെ കൊടുത്തു. ഈ 4 MLA-മാർ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ചെയർമാനാണ് പുള്ളി, ആര്? PV അൻവർ. അപ്പം പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന തരത്തിൽ ആണ് ഈ പുള്ളി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്തിലൊരു രസകരമായ ഒരു കാര്യം. അപ്പം എന്നാൽ ഇവരൊക്കെ ഇനിയും UDF ആ ഒരു ഇത് ക്ലച്ചസിൽ നിന്ന് അവർ പുറത്തേക്ക് വന്ന് PV അൻവറിന്റെ പാർട്ടിയിൽ അംഗത്വം എടുക്കുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. ഓൾറെഡി ഇവരെയൊക്കെ പോയി കാണുകയും ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയും ഇവരാരും അതിന് സമ്മതിക്കുന്നില്ല. കാരണം UDF നിന്നുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ഇല്ലാതെ തന്നെ, സ്വതന്ത്രൻ എന്നുള്ള ലേബൽ ഇല്ലാതെ തന്നെ അവർക്ക് മുന്നണിക്കകത്ത് ഒരു പ്രാധാന്യം, UDF പിന്തുണയോടുകൂടി അവർക്കൊരു പ്രാധാന്യം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർക്കാർക്കും ഇനിയും ഓട് പൊളിച്ച് പുറത്തേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവരെപ്പോഴും അതിനകത്ത് തന്നെ കണ്ടിന്യൂ എന്ന് വെച്ചാൽ അർഹിക്കുന്ന പ്രാധാന്യം അവർക്ക് നൽകുക. ഇപ്പം മന്ത്രിയാണെങ്കിലോ ചീഫ് വിപ്പോ അങ്ങനെ എന്തെങ്കിലും, ചീഫ് വിപ്പോ മിക്കവാറും ജോസഫ് ഗ്രൂപ്പിന് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ഇവർക്ക് അനുവദിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. അപ്പം പിന്നീട് എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു ഇയാളെ സഹായിക്കാൻ വേണ്ടി, PV അൻവറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവര് വീണ്ടും മറുകണ്ഠം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഇവർ ചാടി ഈ പറയുന്ന ഇയാളിലേക്ക്, PV അൻവറിലേക്ക് എത്താത്തിടത്തോളം കാലം 5 വർഷത്തേക്ക് PV അൻവറിനെ കൊണ്ട് ഒരു പ്രയോജനവും മുന്നണിക്കില്ല. അതായത് UDF എന്ന് പറയുന്ന മുന്നണിക്കില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പറാണോ? അല്ല. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അംഗത്വമുണ്ടോ, ഭരിക്കുന്നുണ്ടോ? അതുമില്ല. ഇനിയും MLA-മാരെ ആരെങ്കിലും കൊടുക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാണ് ഈ PV അൻവറിനെ താങ്ങി UDF നിൽക്കേണ്ടത്? അപ്പം UDF സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരു വലിയ, അല്ലെങ്കിൽ PV അൻവർ എന്ന് പറയുന്ന ഒരു വലിയ തലവേദന ഒഴിവായി. ഇപ്പൊ നമ്മൾ ഇത് ഡീലാണോ ഇല്ലയോ നമുക്കറിയില്ല. ഒരു തരംഗം എന്ന് തന്നെ നമുക്ക് ആദ്യം വിശ്വസിക്കാം. അതായത് UDF ഒരു തരംഗം ആഞ്ഞു വീശി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ആ ഒരു തരംഗം ആഞ്ഞു വീശുന്ന സാഹചര്യത്തിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന ഒരു കഴിവുകെട്ട നേതാവ് എന്നുള്ള ഒരു പേര് ദോഷം PV അൻവറിന് വന്നിട്ടുണ്ട്.
PV അൻവർ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? വെല്ലുവിളികളായിരുന്നു. ഞാൻ ജയിക്കും, എന്ത് വന്നാലും ഞാൻ ജയിക്കും. ഈ പറയുന്ന എന്താ പറയുക, ഇയാൾക്കെതിരായിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസിനെതിരായി ഞാൻ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്, ഒക്കെ ശരിയാണ്. പിണറായി വിജയൻ ഭൂരിപക്ഷം കുറവായിരിക്കും എന്നൊക്കെ PV അൻവർ പറയുകയുണ്ടായി. അപ്പം ഇതൊക്കെ പറയുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്? UDF സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് ഞാൻ പരാജയപ്പെട്ടാൽ കടുക്കനിട്ട് തലമുട്ടയടിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ഇവിടെ വരെ പോവാം, റെയിൽവേ സ്റ്റേഷൻ വരെ മിഠായി തെരുവ് വഴി കഴിഞ്ഞ് പോവാം എന്നൊക്കെ PV അൻവർ പറയുന്ന അതെല്ലാം വെല്ലുവിളികളായിരുന്നു. എന്നിട്ട് ആ വെല്ലുവിളികൾ രാഷ്ട്രീയ മര്യാദയുടെ പുറത്ത് മുഹമ്മദ് റിയാസിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ PV അൻവർ ഇത് തന്നെ പിടിച്ചോണ്ടിരുന്നു. ഏറ്റവും അവസാനം ബെറ്റിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ ഇത് PV അൻവറിന്റെ പൊതുഗുണമാണ്. ഇനിയും ഈ പറയുന്ന 5 വർഷം കഴിയുമ്പോഴേക്ക് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഒരു ശക്തിയിലൊന്നും PV അൻവർ നിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊരു MLA ആയിരുന്നെങ്കിൽ PV അൻവർ നിലനിൽക്കാമായിരുന്നു. 5 വർഷം MLA ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് പുള്ളിക്കാരന് വേണമെങ്കിൽ ഈ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ട് സ്ട്രോങ് ആക്കി മാറ്റുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കുകയും ചെയ്യാമായിരുന്നു. അതിനുള്ള എല്ലാ വഴികളും അടഞ്ഞു. സോ ഇനിയും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം PV അൻവർ എന്ന് പറഞ്ഞ ഒരു അടഞ്ഞ അധ്യായമാണ്. ഒരു MLA പോലും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ LDF വിളിച്ച് കാര്യം 35 സീറ്റല്ലേ ഉള്ളൂ, വളരെ കുറച്ച് സീറ്റല്ലേ ഉള്ളൂ LDF. അപ്പം അത്രയും കുറഞ്ഞ സീറ്റുള്ള LDF വേണമെങ്കിൽ ഒരു സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി PV അൻവറിന്റെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചാലും അതിനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ PV അൻവർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാലിന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ആർക്കും, അത് UDF വേണ്ട, LDF വേണ്ട, ഇനിയിപ്പോ NDA വേണമെന്ന് വെച്ചാൽ NDA 3 MLA അത് മനസ്സിലാക്കിയോണ്ട് തന്നെ ആയിരിക്കും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല, അടിയാൻ പറ്റത്തില്ല. ഇപ്പൊ NDA ചേരണമെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ 3 MLA MLA അല്ലാത്ത ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് വെറുതെ NDA കൊണ്ടുവരുന്നത്? അതിന്റെ ആവശ്യമില്ല. സോ അവർക്കും വേണ്ട. ഈ ക്രമേണ ഈ പറയുന്ന ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായിക്കെതിരായിട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയും VD സതീശൻ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടോ വല്ല അധികാരം ഏറ്റ് കഴിയുമ്പോൾ ഉടനെ VD സതീശനെതിരായിട്ട് പണ്ട് പറഞ്ഞിട്ടുള്ള മീൻ വണ്ടിക്കകത്ത് 150 കോടി കടത്തി എന്ന് പറയുന്ന ഒരു ആരോപണം വേണമെങ്കിൽ ഉയർത്തിക്കൊണ്ട് വരികയോ അതുമായിട്ട് മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ വേറെ ഇനിയിപ്പോൾ പിണറായിക്കെതിരെ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? പിണറായി വിജയൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇനി നാളെ ചെന്നിട്ട് പറഞ്ഞിട്ട് കാര്യം? പിണറായി വിജയൻ ആയിരിക്കില്ല ഇത്തവണ പ്രതിപക്ഷ നേതാവിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും ഇല്ലാത്ത വെറും ഒരു MLA ആയ പിണറായി വിജയനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിക്കും? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാറിയ ഒരു നേതാവാണ് PV അൻവർ. അതും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അൻവറിന്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.